മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കോട്ടയം സ്വദേശിയായ വൈദികനെ കൊച്ചിയിലെ ലോഡ്ജിൽ പൂട്ടിയിട്ട് 40,000 രൂപയും ഐഫോണും അടക്കം കൊള്ളയടിച്ചു. കഴുത്തിൽ കത്തിവച്ചായിരുന്നു മോഷണം. കണ്ണൂർ സ്വദേശി ആൽബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിലായിരുന്നു സംഭവമുണ്ടായത്. കോട്ടയം സ്വദേശിയായ വൈദികനെ കൊച്ചിയിലെ ലോഡ്ജിൽ വെച്ച് കൊള്ളയടിച്ചു എന്നതാണ്. 40,000 രൂപയും ഐഫോണും കൊള്ളയടിച്ചു. കഴുത്തിൽ കത്തിവെച്ചുകൊണ്ടായിരുന്നു മോഷണം. കണ്ണൂർ സ്വദേശി ആൽബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആൽബിന്റെ ചിത്രമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സംഭവം കൊച്ചിയിലെ KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ലോഡ്ജിലാണ് സംഭവം ഉണ്ടായത്. നവമി ദിനേശ് നമുക്കൊപ്പമുണ്ട്. നവമി, എന്താണ് ഈ സംഭവം, എപ്പോഴാണ് ഉണ്ടായത്? സജിത്ത്, ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കോട്ടയത്തെ വൈദികൻ എറണാകുളത്ത് ചെറിയ സ്വകാര്യ ആവശ്യങ്ങൾക്കായി എത്തിയതായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് KSRTC ബസ് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ തോന്നി. ഇതിനെ തുടർന്നാണ് അടുത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തത്. ഈ സമയത്താണ് റൂമിലേക്ക് അതിക്രമിച്ചു കയറി വന്ന ആൽബിൻ വൈദികനെ ഭീഷണിപ്പെടുത്തുകയും കഴുത്തിൽ കത്തിവെച്ച് മോഷ്ടിക്കുകയും ചെയ്തത്. 40,000 രൂപയും ഐഫോണുമാണ് മോഷ്ടിച്ചത്. ഇതിനുശേഷം ആൽബിൻ കടന്നു കളയുകയും ചെയ്തു. പിന്നീട് ഈ വൈദികൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിവരം അറിയിച്ചു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ ആൽബിനെ എറണാകുളത്ത് തന്നെ ഒരിടത്തു നിന്നും കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ആൽബിനിൽ നിന്നും ഈ വൈദികന്റെ ഐഫോൺ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ പൈസ പല രീതിയിലായി ചിലവാക്കിയെന്നാണ് ആൽബിൻ പോലീസിനോട് വ്യക്തമാക്കിയത്. സജിത്ത്, അതാണ് സാഹചര്യം. കൊച്ചിയിൽ നടന്ന സംഭവമാണ് നവമി റിപ്പോർട്ട് ചെയ്തത്.